السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحابته أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മരണം വരെ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, അതിൻ്റെ 164 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചത്. 163, 164 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആരാണ് എന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. അല്ലാഹു ആകുന്നു നിങ്ങളുടെ ഏക ഇലാഹ് എന്നും ആ ഏക ഇലാഹാകട്ടെ റഹ്മാനും റഹീമുമാണെന്നും, എങ്കിൽ ആ ഇലാഹ് ആരാണെന്ന് സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ റഹ്മാനും റഹീമും ഇലാഹ് അല്ലെങ്കിൽ വാഹിദായ ഇലാഹ് ആരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച ഓരോന്നിനെയും അല്ലാഹു സുബ്ഹാനഹു തആല എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, അതിൽ കണ്ടറിയുന്നവർ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിലൂടെയാണ് അല്ലാഹു ഇവിടെ മനുഷ്യർക്ക് ചുറ്റും കണ്ണുകൾ കൊണ്ട് കാണാനും ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരുപാട് സൃഷ്ടി വൈഭവങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ വേണം ഒരാൾ തൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ. അങ്ങനെ സൃഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ ആ സൃഷ്ടാവാണ് ഏകനായ ഇലാഹ്, ആരാധ്യൻ എന്നാണ് 163, 64 വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല തൊട്ടടുത്ത ആയത്തിൽ 165-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, أعوذ بالله من الشيطان الرجيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ومن الناس, ജനങ്ങളിൽ ഉണ്ട്. അന്നാസ് ജനങ്ങൾ. വമിനന്നാസ്, മിനന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ഉണ്ട്. ആരാണ്? മയ്യത്തഹിദു, സ്വീകരിക്കുന്നവർ. ഇത്തഹദ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇത്തഹദ, സ്വീകരിച്ചു എന്നാണ്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് പഠിച്ചിട്ടുള്ളൊരു പദമാണേത്? ഇത്തഹദ, യത്തഹിദു, ഇത്തിഹാദൻ. പലതവണ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാനത് എഴുതുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വേർഡ് പഠിക്കുമ്പോൾ നമുക്ക് ബോർഡിൽ എഴുതാം. മയ്യത്തഹിദു, സ്വീകരിക്കുന്നവർ ജനങ്ങളിലുണ്ട്. മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ. ദൂനെന്ന് പറഞ്ഞാൽ കൂടാതെ, പുറമെ എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കണം. മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെ സ്വീകരിക്കുന്നവർ ജനങ്ങളിലുണ്ട്. അൻദാദൻ, അൻദാദൻ. എന്താണ് അൻദാദ് എന്ന് പറഞ്ഞാൽ?
പങ്കുകാർ. നിദ്ദിൻ്റെ ജംആണ് അൻദാദ്. എന്താണ് നിദ്? അള്ളാഹുവിന് സമന്മാരെ വെക്കുന്നതിനാണ് നിദ് എന്ന് പറയാം. നിദ്ദുൻ ജംഅ് അൻദാദ്. അൻദാദുൻ നിദ്ദുൻ ജംഅ് അൻദാദ്. നിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമന്മാരെ കൊണ്ടുവരിക, തുല്യന്മാരെ കൊണ്ടുവരിക. അപ്പം അള്ളാഹുവിന് പുറമേ സമന്മാരെ, അള്ളാഹുവിന് തുല്യരായ ആളുകളെ സ്വീകരിക്കുന്നവർ ജനങ്ങളിലുണ്ട്. അവരാരാണ്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. യുഹിബ്ബൂനഹും, ആ അൻദാദുകളെ, അള്ളാഹുവിന് പകരം കൊണ്ടുവരുന്ന സമന്മാരെ അവർ സ്നേഹിക്കുന്നു. ഏതുപോലെ? കഹുബ്ബില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് സമന്മാരെ വെക്കുന്നവരെയും അവർ സ്നേഹിക്കും. ഹബ്ബബ യുഹബ്ബിബു. ഹബ്ബബ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. യുഹിബ്ബൂനഹും, അവരെന്ത് ചെയ്യുന്നു? ആ അൻദാദുകളെ ഇഷ്ടപ്പെടുന്നു. കഹുബ്ബില്ല, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജനങ്ങളിലുള്ള ആളുകൾ ആരാണ്? ചിലർ അള്ളാഹുവിനെ സമന്മാരെ കൊണ്ടുവരുന്നവരാണ്. എന്താണ് സമന്മാരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, തൗഹീദിൻ്റെ അടിത്തറയാണ് അള്ളാഹുവിന് സമന്മാർ ഇല്ല എന്നത്. അള്ളാഹുവിന് തുല്യരായി ലോകത്തൊരാളുമില്ല എന്നത് തൗഹീദിൻ്റെ അടിത്തറയാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. എന്താ അതിൻ്റെ അർത്ഥം? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യനായി ഒരാളില്ല, ഈക്വലായിട്ട് ഒരാളില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നും ലോകത്തില്ല. അപ്പം അള്ളാഹുവിന് സമന്മാരെ കൊണ്ടുവരുന്നവരാണവർ. മാത്രമല്ല, ആ സമന്മാരെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നു? യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യും? സ്നേഹിക്കും. അപ്പം അള്ളക്ക് മാത്രം കൊടുക്കേണ്ട സ്നേഹം അതാർക്ക് കൊടുക്കും? അള്ള അല്ലാത്ത ദൈവങ്ങൾക്ക് കൊടുക്കും. ഇനി നോക്കൂ, ഇവിടെ നിദ്, അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം അതൊരു വിഗ്രഹത്തെയോ ബിംബങ്ങളെയോ അല്ലെങ്കിൽ അള്ളയല്ലാത്ത ഇലാഹുകളെ സ്വീകരിക്കൽ മാത്രമാണെന്ന്. ഒരിക്കലുമല്ല. ഈ ലിസ്റ്റിൽ അതാണ് ആദ്യം പറയേണ്ടത്. വിഗ്രഹങ്ങളും ബിംബങ്ങളും അല്ലാഹുവല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന മക്ബറകളും ജാറങ്ങളും ഔലിയാക്കളും നബിമാരും എല്ലാവരും ഇതിൽപ്പെടും. പക്ഷേ നിദ് എന്ന പദത്തിന് കേവലം അവർ മാത്രമല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയാണ്. ഖാല റജുലുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഷാ അല്ലാഹ് വശിഅത. ആ മനുഷ്യൻ നബിയോട് പറഞ്ഞു, നബിയെ, അള്ളാഹു ഉദ്ദേശിച്ചതും താങ്കൾ ഉദ്ദേശിച്ചതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കുകയാണോ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദ, നീ പറയണം മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് മാത്രം പറയണം. അള്ളാഹു ഉദ്ദേശിച്ചതും റസൂൽ ഉദ്ദേശിച്ചതെന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ്? മഷീഅത്ത്. മഷീഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാളെ എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചു, നമ്മൾ ഇൻഷാ അല്ലാ പറയും. ഇൻഷാ അള്ളാൻ്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചാൽ. മാഷാ അള്ളാൻ്റെ അർത്ഥം അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. ഇതാരോടാ പറഞ്ഞത്? ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്. അപ്പം നബി തിരുത്തി കൊടുക്കണം, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കുകയാണോ? ഖുൽ മാഷാ അല്ലാഹു വഹ്ദ. മാഷാ അല്ലാഹ് പറയുന്നിടത്ത് പോലും, അള്ളാഹുവിൻ്റെ ഉദ്ദേശം പറയുന്നിടത്ത് പോലും നീ എന്തു ചെയ്യണം? അള്ളാഹുവിനെ മാത്രമാക്കണം. അപ്പോൾ മഷീഅത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അതേപോലെ തന്നെ ഹുബ്ബ് അള്ളാഹുവിനോട് കൊടുക്കുന്ന സ്നേഹം, ശുക്ർ അള്ളാഹുവിനോട് കൊടുക്കുന്ന നന്ദി, ഇതിനൊന്നും വേറൊരാളെയും കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹുവും താങ്കളും,
ആ കാരം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ലാ തഖൂലു മാ ഷാ അല്ലാഹു വശാ ഫുലാൻ, നീ ഒരിക്കലും പറയരുത് അള്ളാഹു ഉദ്ദേശിച്ചതും ഇന്ന ആൾ ഉദ്ദേശിച്ചതും എന്ന് പറയാൻ പാടില്ല. പിന്നെയോ നീ പറയണം, വലാകിൻ ഖൂലു മാ ഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ, അള്ളാഹു ഉദ്ദേശിച്ചതും പിന്നെ മറ്റേയാൾ ഉദ്ദേശിച്ചതും. അള്ളാഹുവിലേക്ക് ഒരുമിച്ച് ചേർത്തി ഉദ്ദേശത്തെ പറയരുത്. കാരണം അള്ളാഹുവിനും മശീഅത്തുണ്ട്, ജനങ്ങൾക്കും മശീഅത്തുണ്ട്. അള്ളാഹുവിൻ്റെ മശീഅത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ജനങ്ങളുടെ മശീഅത്താകട്ടെ അതും അള്ളാഹു ഉദ്ദേശിച്ചതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് സൃഷ്ടികളുടെ മശീഅത്തിനോട് അള്ളാഹിൻ്റെ മശീഅത്തിന് എന്ത് ചെയ്യരുത്? ചേർത്തി പറഞ്ഞാൽ അത് അള്ളാഹുവിന് പകരം വെക്കുന്നതിന് തുല്യമാണ്. ഇനി നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോണ ചില കാര്യങ്ങളാണ്. അള്ളാഹുവിന് നന്ദി കാണിക്കുന്നിടത്ത് നമ്മൾ പറയണ വാക്കിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ രോഗം മാറി, രോഗം വന്നു, നമുക്ക് രോഗം മാറി. അപ്പോൾ പല ആളുകളും പറയും, ആ ഡോക്ടറിനെ കണ്ടോണ്ടാണ് കേട്ടോ, ആ മരുന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ആ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ, അയാളില്ലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ നമ്മൾ സൃഷ്ടികളിലേക്ക് ചേർത്തി പറയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യഅരിഫൂന നിഅമത്തല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ നിഅമത്ത് അറിഞ്ഞു, സുമ്മ യുൻകിറൂനഹ, പിന്നീട് അവർ അള്ളാഹിൻ്റെ നിഅമത്തിനെ നിഷേധിച്ചു എന്ന്. അതായത് ഏതൊരു നിഅമത്ത് കിട്ടുമ്പോഴും ആദ്യം നമ്മൾ പറയേണ്ടത് ആരിലേക്കാണ് ചേർത്തി പറയേണ്ടത്? അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം, അൽഹംദുലില്ലാ പറയണം. അതിന് ശേഷമാണ് പറയേണ്ടത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ആ ഡോക്ടറിലൂടെ എനിക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ മരുന്നിലൂടെ എനിക്ക് എന്ത് ചെയ്തു, ആ ഇന്ന വ്യക്തിയിലൂടെ എനിക്ക് എന്ത് ചെയ്തു, അള്ളാഹു സഹായം നൽകി. ആദ്യം അള്ളാഹുവിനെ പറയണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ആണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വഷ്കുറൂ ലില്ലാ, അള്ളാഹുവിന് നന്ദി കാണിക്കണം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു, വഷ്കുറൂ നിഅമത്തല്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹിനെ മാത്രമാണ് ആരാധിക്കണമെങ്കിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, ആ ആരാധന തന്നെ നന്ദിയാണ്. പിന്നെ എന്തിനാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വഷ്കുറൂലില്ല എന്ന് പറഞ്ഞത്? അതായത് അള്ളാഹുവിനെ ആരാധിക്കുന്നൊരു വിശ്വാസി ഏതൊരു അനുഗ്രഹങ്ങളെയും ചേർത്തി പറയുമ്പോൾ ആരിലേക്ക് ചേർത്തി പറയണം? അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം. അതില്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കാറുള്ള ഒരു സംഗതിയാണ്, ചിലപ്പോൾ മരുന്നിലേക്ക് ചേർത്തി പറയും, ചിലപ്പോൾ ഡോക്ടറിലേക്ക് ചേർത്തി പറയും. അപ്പം ഷിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. ആ ഷിഫ കിട്ടിയാൽ അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം. അനുഗ്രഹങ്ങൾ തരുന്നവൻ അള്ളാഹുവാണ്. ആ അനുഗ്രഹം കിട്ടിയാൽ ആദ്യം അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? ചേർത്തി പറയണം. അതതിൻ്റെ ഒരു മര്യാദയാണ്. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ശുക്ർ, സ്നേഹം, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട മശീഅത്ത്, ഇതൊക്കെ പറയുമ്പോൾ അള്ളാഹുവിനോടൊപ്പം ഒരാളെ എന്ത് ചെയ്യരുത്? ചേർത്തി പറയരുത്. പറയുകയാണെങ്കിൽ പിന്നെ എന്നൊരു വാക്ക് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അതായത് പിന്നീട് എന്നൊരു വാക്ക്. അയാൾ അള്ളാഹിൻ്റെ സഹായം കൊണ്ടാണ് അത് കിട്ടിയത്, പിന്നെ അയാളും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം. അള്ളാഹു ഉദ്ദേശിച്ചതാണ്, പിന്നെ ആ മനുഷ്യനും എന്ത് ചെയ്തിട്ടുണ്ട്? ഇടപെട്ടിട്ടുണ്ട്. ആ പിന്നെ എന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്ത് പോലും എന്തുണ്ട്? അള്ളാഹിനെ വേർതിരിക്കുകയാണെന്നാണ്, അള്ളാഹുവിനെ അടിമകളെ വേർതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാവിൽ എന്തു വരും? ഷിർക്ക് വരും. പറയുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ നിന്ന് പ്രസംഗിച്ചു, അശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംല്, ഷിർക്ക് ഉറുമ്പരിക്കുന്നതിനേക്കാളും ഹൈഡായി, ഗോപ്യമായി നിങ്ങളിലേക്ക് ഷിർക്ക് വരും. അപ്പോൾ രണ്ട് ആളുകൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇതിത്തിരി കൂടുതലായിപ്പോയി, ഇതിത്തിരി കൂടിപ്പോയി, ഇത്രയൊക്കെ ഷിർക്കിനെ പറ്റി ആളുകളോട് പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞങ്ങൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയും. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓക്കെ, ഞാൻ വേണമെങ്കിൽ തിരുത്താം.
പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതുപോലെ ഒരു മിമ്പറിൽ നിന്ന് കേട്ട വാചകമാണ് ഒരു മിമ്പറിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ഷിർക്ക് വളരെ ഗോപ്യമായി നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തുമെന്നാണ്. നമ്മളറിയൂല നമ്മൾ പറഞ്ഞ ആ വാക്ക് ഷിർക്കിൻ്റെ വാക്കാണെന്ന്. അതുകൊണ്ടാണ് ഈ സ്വഹാബി നബിയോടെടുക്ക വന്നിട്ട് എന്ത് പറഞ്ഞത്? മാഷാ അല്ലാഹു വശിഅത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചത്. അവിടെ അള്ളാഹുവിൻ്റെ മശീയത്തിലേക്ക് അദ്ദേഹം അറിയാതെ എന്ത് ചെയ്തു? പ്രവാചകൻ്റെ മശീയത്തിനെ ചേർത്തി പറഞ്ഞു. പ്രവാചകൻ അവരുടെ തിരുത്തി. വശിഅതയല്ല, പിന്നെയോ സുമ്മ എന്ന വാക്ക് പറഞ്ഞിട്ട് വേണം വശിഅത പറയാൻ. പ്രിയപ്പെട്ടവർ, അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് ഏത്? ഷിർക്ക് എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളോട് പോലും സംസാരിക്കുമ്പോൾ തമാശക്കൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യാറില്ല? ഇഷ്ടപ്പെടാറുണ്ടോ? ഇഷ്ടപ്പെടാറില്ല. ചില വാക്ക് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും അത് പറയേണ്ടിയിരുന്നില്ല, അല്ലേ? സൃഷ്ടികളോട് പോലും നമ്മൾ സംസാരിക്കുന്നിടത്ത് വളരെ സൂക്ഷ്മമായി ഇടപെടണം. അപ്പോൾ പിന്നെ സൃഷ്ടാവിൻ്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാകണം? വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയം എന്ത് ചെയ്യണം? കാണണം. ഇനി നോക്കൂ, അവരെങ്ങനെയാണ് അവരെ കണ്ടത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്, അതായത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശം? രണ്ട് കൗലാണുള്ളത്. ഒന്ന്, അള്ളാഹുവിന് വിശ്വാസികൾ സ്നേഹിക്കുന്നത് പോലെ അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കാഫിറുകൾ എന്ത് ചെയ്യും? സ്നേഹിക്കും. അതാണ് ഒരു കൗല്. രണ്ടാമത്തെ കൗല്, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൊടുക്കേണ്ട സ്നേഹം ആർക്ക് കൊടുക്കും? അള്ളാഹുവിൻ്റെ അൻദാദുകൾക്ക് കൊടുക്കും. എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വാചകത്തെ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, ഇതിലേറ്റവും ശരിയായ വാക്കേതാണ്? അദ്ദേഹം അതിന് കൊടുക്കുന്ന തെളിവ് ഇങ്ങനെയാണ്. ഒന്നാമത്തെ കൗല്, യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അള്ളാഹുവിൻ്റെ അൻദാദുകളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ യുഹിബ്ബൂനഹും കമാ യുഹിബ്ബൂനല്ലാഹ്, അവർ അള്ളാഹിനെയും സ്നേഹിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആരെയും സ്നേഹിക്കും? അള്ളാഹ് എല്ലാത്തിനെയും സ്നേഹിക്കും. മനസ്സിലായോ? അള്ളാഹിനെ അവർ പ്രാർത്ഥിക്കും, അള്ളാഹ്ക്ക് ഒരു സുജൂദ് ചെയ്യും, ഖബറിൻ്റെ മുന്നിലും അവർ സുജൂദ് ചെയ്യും. അള്ളാഹ്ക്കും അവർ നേർച്ച കൊടുക്കും. അള്ളാഹ്ക്ക് നേർച്ചത് കൊടുക്കുന്നത് പോലെ മരണപ്പെട്ടു പോയ ഔലിയാക്കൾക്കും അവരെന്ത് ചെയ്യും? നേർച്ച കൊടുക്കും. അള്ളാഹ്ക്ക് ബലി കൊടുക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്നറിയപ്പെടുന്ന മക്ബറുകളുടെ മുന്നിൽ അവരെന്ത് ചെയ്യും? ബലി കൊടുക്കും. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് പോലെ തന്നെ അവർ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് എന്ത് ചെയ്യും? സത്യം ചെയ്യും. അപ്പം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹ്ക്കും വെക്കും, അള്ളാഹുവല്ലാത്ത അൻദാദുകൾക്കും വെക്കും എന്ന് പറയാം. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യും? അള്ളാഹ് അല്ലാത്തവരെയും സ്നേഹിക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചു. അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹ് അല്ലാത്തവർക്ക് കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കേണ്ട സ്നേഹം അവർ അള്ളാഹു അല്ലാത്തവർക്കും കൊടുക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം എന്താണ്? അതിങ്ങനെ കാണാൻ കഴിയും. അന്നൽ മഅന, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുഹിബ്ബൂന അൻദാദഹും കമാ യുഹിബ്ബൂനൽ മുഅ്മിനൂന അല്ലാഹ്, വിശ്വാസികൾ അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹ് അല്ലാത്തവരെ സ്നേഹിക്കും. എന്നിട്ട് ഈ രണ്ട് അഭിപ്രായവും ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുന്നു, വക്കാന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യുറജ്ജിഹുൽ ഖൗലൽ അവ്വൽ, ഏറ്റവും ശരിയെന്ന് പറഞ്ഞ കൗലേതാണ്? ഒന്നാമത്തെ കൗലാണ്. അതായത് അവർ അള്ളാഹിനെ ആരാധിക്കാത്തവരല്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെന്ത് ചെയ്യും? ആരാധിക്കും. അതിനുദാഹരണം ആരാണ്? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ വിളിച്ചെന്ത് ചെയ്തിരുന്നു? ഇടക്ക് പ്രാർത്ഥിച്ചിരുന്നു. എടങ്ങേറ് വരുമ്പോൾ അവർ കപ്പലിൽ വെച്ച് ആരെ വിളിക്കും? അള്ളാഹിനെ വിളിക്കും. എടങ്ങേറ് മാറുമ്പോൾ അവരാരെ വിളിക്കും? അള്ളാഹു അല്ലാത്തവരെ വിളിക്കും. ബദറിലേക്ക് പോയപ്പോൾ പോലും അബൂജഹലിൻ്റെ പ്രാർത്ഥനയെ പറ്റി എന്ത് പറഞ്ഞു? അള്ളാഹുവിനെയാണ് വിളിച്ചത് അബൂജഹൽ. റസൂലുമാരെയാണ് വിളിച്ചത്? അള്ളാഹുവിനെയാണ് വിളിച്ചത്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞു. അബൂജഹലോ അള്ളാഹുവിനോടൊപ്പം അള്ളാഹ് എല്ലാത്തവരെയും വിളിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതുകൊണ്ടാണ് മറ്റേ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദ, അള്ളാഹ് ഉദ്ദേശിച്ചതെന്ന് മാത്രം പറയണം. ആ വഹ്ദാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഇലാഹുക്കും ഇലാഹും വാഹിദ്, അള്ളാഹു വാഹിദാണ്. അള്ളാഹുവിന് വാഹിദാക്കാൻ കഴിയണം. നമസ്കരിക്കുമ്പോൾ, നേർച്ച കൊടുക്കുമ്പോൾ, ബലി കൊടുക്കുമ്പോൾ, സത്യം ചെയ്യുമ്പോൾ അവിടെയൊക്കെ അള്ളാഹുവിനെ മാത്രമാക്കാൻ കഴിയണം. അപ്പോഴാണ് അള്ളാഹു വാഹിദാക്കാൻ നമുക്ക് കഴിയുക. അപ്പോൾ സഹോദരങ്ങളെ, ഇവർ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ പറ്റി നമ്മൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നുണ്ട്, അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവിന് നേർച്ച വഴിപാടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു അല്ലാത്ത അംബിയ മുർസലീങ്ങളെന്ന് പറയുന്നവർക്കും ഔലിയാക്കൾക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇബാദത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ ഇവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മറ്റുള്ളവരെയും പങ്കാളികളാക്കുന്നു. ഒരു ഇബാദത്തിൽ 3 ഘടകങ്ങൾ ഉണ്ടാകണമെന്നാണ്. ഒരാൾ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 3 കാര്യങ്ങളുണ്ടാകണം. ഒരാൾ അള്ളാഹുവിനൊരു നേർച്ച കൊടുക്കുമ്പോൾ 3 കാര്യങ്ങളുണ്ടാകണം. ഒരാൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവൻ്റെ ഇബാദത്തിൽ അടങ്ങിയിരിക്കണം. ഇബാദത്തിൻ്റെ എസ്സെൻസ് എന്നാണ് അതിന് പറയണത്. ഇബാദത്തിൻ്റെ എസ്സെൻസ് ഒന്നെന്താണെന്നറിയോ? ഒന്ന് സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. രണ്ടാമത്തെ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഭയം. മൂന്നാമത്തത് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ പ്രതീക്ഷ. ഈ 3 എസ്സെൻസും കൂടിയും ചേരുമ്പോഴാണ് ഇബാദത്താവുക. സുബ്ഹിൻ്റെ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ശക്തമായ തണുപ്പുണ്ട്. ബാങ്ക് കേട്ടു, അലാറം കേട്ടു, പള്ളിയിലേക്ക് പോകണം എന്നത് അള്ളാഹുവിനോട് സ്നേഹമുള്ളവർക്ക് എഴുന്നേക്കാൻ കഴിയൂ. അള്ളാഹുവിനോട് പേടിയുള്ളവർക്കേ എഴുന്നേക്കാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി നിന്നാൽ സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷയുള്ളവർക്കേ എഴുന്നേക്കാൻ കഴിയൂ. അപ്പോൾ പ്രതീക്ഷയും വേണം, ഭയവും വേണം, സ്നേഹവും വേണം. ഇത് 3ഉം കൂടി ഒരു ഇബാദത്തിലുണ്ടാകുമ്പോഴാണ് ഇബാദത്ത് പെർഫെക്റ്റ് ആവുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹ് അല്ലാത്തവർക്ക് കൊടുത്താൽ അള്ളാഹിനെ പേടിക്കുന്നത് പോലെ, അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു അല്ലാത്തവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, അവരോട് ചോദിക്കും, നബിയെ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ഇവരാരാണ്? അള്ളാൻ്റെ അടുക്കൽ റെക്കമെൻഡേഷൻ ചെയ്യുന്നവരാണ്. ശുഫഅഉന ഇൻദല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ഇവരെന്ത് ചെയ്യും? റെക്കമെൻഡേഷൻ ചെയ്യും. അപ്പോൾ അവരെ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുന്ന നമുക്ക് ഇങ്ങനെ കാണാം. അദ്ദേഹം ഈ ആയത്തുകളെയൊക്കെ തഫ്സീർ ചെയ്തത് മറ്റായത്തുകൾ കൊണ്ടാണ്. ഈ ആയത്തുകൾ അദ്ദേഹം തഫ്സീർ ചെയ്തത് വേറെ ചില ആയത്തുകൾ കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ ആയത്ത് സൂറത്തു മറിയമിലെ ആയത്താണ്. സൂറത്തു മറിയമിലെ 81, 82 ആയത്തുകളൊന്നും എടുത്തേ. സൂറത്തുൽ മറിയമിലെ ആയത്ത് എടുത്തോ. സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ, അവർ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചത് ലിയകൂനൂ ലഹും ഇസ്സ, അവർക്ക് സഹായം ഉണ്ടാകാൻ വേണ്ടിയാണ്. കല്ല, വേണ്ട, എന്നാൽ സയക്ഫുറൂന ബിഇബാദതിഹിം, അവർ ആരെയാണോ വിളിച്ച് ഇലാഹുകളാക്കിയത് അവരവരുടെ ഇബാദത്തുകളെ നിഷേധിക്കും. എത്രത്തോളം? വയക്കൂനു അലൈഹിം ളിദ്ദ, അവർക്കെതിരായി മാറുമെന്ന്. സഹായം നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച ആളുകൾ നാളെ പരലോകത്ത് എന്ത് ചെയ്യും? അവർക്കെതിരായി മാറും. ഇനി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ചില ആയത്തുകളിൽ പറയുന്നത് കാണാൻ കഴിയും. നാളെ പരലോകത്തെത്തുമ്പോൾ എന്തായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം? ഇന്നമത്തഖദതും മിൻ ദൂനില്ലാഹി ഔസാനൻ, അവരാ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചത് മവദ്ദത ബൈനിക്കും ഫിൽ ഹയാത്തിദ് ദുനിയ, മവദ്ദത ബൈനിക്കും ഫിൽ ഹയാത്തിദ് ദുനിയ. അത് സൂറത്ത് അൻകബൂത്തിലെ 25-ാമത്തെ ആയത്താണ്. ആ അൻകബൂത്തിൽ അള്ളാഹ് പറഞ്ഞ എന്താ? ദുനിയാവിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന
ചില സ്നേഹബന്ധങ്ങൾ മാത്രമാണ് അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കാരണം. ഏതാ സ്നേഹം? ബദരീങ്ങളോടുള്ള അമിതമായ സ്നേഹം, മുഹീദ്ദീൻ ഷെയ്ഖിനോടുള്ള അമിതമായ സ്നേഹം, റിഫായി ഷെയ്ഖിനോടുള്ള അമിതമായ സ്നേഹം, മമ്പർത്ത് തങ്ങളോടുള്ള അമിതമായ സ്നേഹം, CM മടവൂരിനോടുള്ള അമിതമായ സ്നേഹം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഈ ദുനിയാവിൽ അവർക്ക് അവരോടുള്ള മവദ്ദത്ത്. എന്താ മവദ്ദത്ത്? മവദ്ദത്ത് എന്ന് പറയുന്ന വാക്ക് പറയണ എവിടെയെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം പറയൂലേ, മവദ്ദ, വുദ്, സ്നേഹം. ഇതുപോലെ ദുനിയാവിൽ അവർക്കിടയിൽ അങ്ങേയറ്റത്തെ മവദ്ദത്ത് ഉണ്ടായിരുന്നതാണ്. ഈ മവദ്ദത്ത് കാരണമാണ് അള്ളാഹു അല്ലാത്ത ഈ പറയപ്പെട്ട പടപ്പുകളെ മുഴുവൻ ഇവരെന്ത് ചെയ്തത്? ഇലാഹുകളായി സ്വീകരിച്ചത്. അപ്പം അമിതമായി സൃഷ്ടികളോട് ഒരാൾക്കും എന്തുണ്ടാകാൻ പാടില്ല? സ്നേഹം ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. ഇസ്രായേല്യർ ഈസാ നബിയെ സ്നേഹിച്ചതുപോലെ ഇവരെന്നെ സ്നേഹിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വന്നപ്പോൾ സ്വഹാബത്തൊക്കെ എഴുന്നേറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ലാ തത്റൂനി കമാ അത്തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയെ അവരുടെ ജനത ആദരിച്ചതുപോലെ ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കാനാണ് എഴുന്നേറ്റതെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കരുത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നീട് ഒരിക്കലും പ്രവാചകൻ വരുന്ന സദസ്സിൽ ഞങ്ങൾ എഴുന്നേൽക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഷിർക്കിൻ്റെ കവാടങ്ങളെ കൊട്ടിയടച്ചു. ചിന്തിക്കുക നമ്മൾ. പ്രവാചകൻ്റെ അടുക്കലേക്ക് ഒരു സംഘം വന്നു, ഒരു വഫ്ദ് വന്നു. ആ വഫ്ദ്, ആ ഒരു സംഘം നബിയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ അൻത സയ്യിദുന, താങ്കൾ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി തിരുത്തി കൊടുത്തു, അള്ളാഹുവാണ് സയ്യിദ്, നിങ്ങൾ സയ്യിദ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം പറയണം. അപ്പോൾ സഹാബികൾ പറഞ്ഞു, നബി ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, താങ്കൾ ഞങ്ങളുടെ ജനങ്ങളുടെ സയ്യിദാണല്ലോ, എങ്കിൽ അത് ആ രൂപത്തിൽ എന്ത് ചെയ്യണം? പറയണം. വെറുതെ ഒരാളെ കയറി അസയ്യിദ് എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ നാമമാണ് സയ്യിദ് എന്നുള്ളത്. അപ്പോൾ ഓരോ വാക്കുകളും, അതായത് സ്നേഹത്തിൻ്റെ അതിർവരമ്പുകളെ പ്രവാചകൻ എന്ത് ചെയ്തു? നിശ്ചയിച്ചു എന്നാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹിൻ്റെ റസൂലിനെ എന്ത് ചെയ്യാൻ പാടില്ല? സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് പോലെ മാതാപിതാക്കളെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹുവാണ് ഒന്നാമത്തെ സ്ഥാനം. സ്നേഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, പിന്നെ റസൂലിനെ, പിന്നെ മാതാപിതാക്കളെ. അതാണ് സുമ്മ സുമ്മ. അപ്പം ആ ഒരു ദറജ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ പാലിക്കണം. ഇല്ലെങ്കിൽ വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അള്ളാഹുവിനെ തുല്യരാക്കി കഴിഞ്ഞ് ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കളെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പാടില്ല. ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, പിന്നെ റസൂലിനെ സ്നേഹിക്കുന്നു, പിന്നെ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഉമ്മക്കും വാപ്പക്കും സ്നേഹത്തിൻ്റെ വിഷയത്തിൽ ഒരേ തുല്യത അള്ളാഹ് റസൂൽ കൊടുത്തില്ല. കാരണം വാപ്പയും ഉമ്മയും സ്നേഹിക്കണം, പക്ഷേ ഇവരിൽ ആരിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴോ ഉമ്മുക്ക്. പിന്നെ ചോദിച്ചു, സുമ്മമൻ ഉമ്മുക്ക്, നിൻ്റെ ഉമ്മ, സുമ്മമൻ ഉമ്മുക്ക്, നിൻ്റെ ഉമ്മ, സുമ്മമൻ സുമ്മ അബീക്ക്, അബൂക്ക്, നിൻ്റെ വാപ്പയാണ്. ആദ്യത്തെ 3 സ്ഥാനം ഉമ്മക്ക കൊടുത്തത്, പിന്നെയാണ് വാപ്പാൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അവിടെയും പ്രവാചകൻ ഉപയോഗിച്ച എന്താ? സുമ്മ സുമ്മ സുമ്മ. ഉമ്മയും ഉപ്പയും മക്കൾക്ക് വേണ്ടി അനുഭവിച്ച വേദനയും ത്യാഗവും ഒരുപോലെ ആകൂല. വാപ്പാനേക്കാൾ ഒരു പടി മുകളിലാണ് ഉമ്മാൻ്റെ ത്യാഗം എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ എന്ന പദം ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? വേർതിരിക്കുകയാണ്. അപ്പോൾ സൃഷ്ടികൾക്കിടയിൽ പോലും ആദരവും സ്നേഹവും കൊടുക്കുന്നിടത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അള്ളാഹുവിനെയും സൃഷ്ടികളെയും ഒരുപോലെ ആക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല എന്നാണ് ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, അങ്ങനെയുള്ള ആളുകൾ എന്താണ് അവർക്ക് സംഭവിക്കുക? അതാണ് അടുത്ത. ഇനി നോക്കൂ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. അപ്പോൾ വിശ്വാസികളുടെ സ്നേഹം അശദ്ദു ഹുബ്ബൻ എന്നാണ്. അശദ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കാഠിന്യം കൂടിയതാണ്. അവരുടെ സ്നേഹം അള്ളാഹുവിനോട് കാഠിന്യം കൂടിയതാണ്. അപ്പോൾ അവർ അള്ളാഹുവിന് വേണ്ടി ഏതൊരു നന്മയും ചെയ്യും, അള്ളാഹുവിന് വേണ്ടി ഏതൊരു തിന്മയെയും മാറ്റിവെക്കും. ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഒരു നന്മ ചെയ്യാൻ കഴിയേണ്ടത്. അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാകണം ഒരു തിന്മയെ ഒഴിവാക്കേണ്ടത്. ഒരു ഹറാം ഇവിടെ വന്നു, അള്ളാഹുവിൻ്റെ കൽപ്പന ഇവിടെ വന്നു,
നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാകണം? അള്ളാൻ്റെ കൽപ്പനയോടാകണം. അപ്പോഴാണ് ഹറാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒഴിവാക്കാൻ പറ്റുക. അതേപോലെ തന്നെ ഭയവും പേടിയും. അള്ളാൻ്റെ കൽപ്പനയുണ്ട്, ആ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അതെന്തായിരിക്കും? അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കാം. ഇപ്പുറത്ത് ഹറാമുണ്ട്, ഹറാമ് സ്വീകരിച്ചാൽ നരകത്തിലെത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും കാരണം ഞാൻ അള്ളാൻ്റെ കൽപ്പന എടുക്കുള്ളൂ. ഇങ്ങനെ പറയാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയൂ. അതാണ് അശദ്ദു ഹുബ്ബല്ലില്ലാ. ഇപ്പം നമ്മളോടൊരു കാര്യം ഒരാൾ പറയാണ്, നീ ചെയ്യണത് ഹറാമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിയാത്തൊരു തിന്മയാണെങ്കിൽ പോലും വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ കഴിയും. കാരണം അവർ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നുണ്ട്? അശദ്ദു ഹുബ്ബല്ലില്ലാ. ഈ ഹുബ്ബും ഈ ഭയവും ഈ പ്രതീക്ഷയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ സ്വഹാബികളുടെ ഹൃദയത്തിൽ പ്രവാചകൻ എന്ത് ചെയ്തത്? വളർത്തിയെടുത്തത്. അതിനുശേഷമാണ് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് കുടിക്കരുത്, ഇത് തിന്നരുത് എന്ന ആയത്തുകൾ അവതരിപ്പിച്ചത്. ഏത് കാലഘട്ടത്തിൽ? മദീന കാലഘട്ടത്തിൽ. ആദ്യം മക്കയിൽ പോയിട്ട് പ്രവാചകൻ നിങ്ങളത് കുടിക്കരുത്, മദ്യം കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, ഇതൊക്കെ അവതരിച്ചെവിടെയാണ്? മദീനയിലാണ്. അതൊന്നും മക്കയിൽ അവതരിച്ചില്ല. പലിശയുടെ ആയത്ത് അവതരിച്ചെവിടെ? മദീനയിലാണ്, മക്കയിൽ അവതരിച്ചില്ല. മദ്യം നിരോധിച്ച ആയത്ത് അവതരിച്ചെവിടെ? മദീനയിലാണ്, മക്കയിൽ അവതരിച്ചില്ല. എന്നാൽ നുബൂവത്തിൻ്റെ പകുതിയിലധികവും കാലഘട്ടം എവിടെയാണ്? മക്കയിലാണ്. 13 കൊല്ലം മക്കയിൽ, 10 കൊല്ലം മദീനയിലുള്ളൂ. 13 കൊല്ലവും പ്രവാചകൻ സ്വഹാബത്തിനെ പഠിപ്പിച്ചെന്താ? അള്ളാഹുവിനെ സ്നേഹിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കാൻ. ഈ 3 കാര്യം അവരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചതിന് ശേഷം മദീനയിലേക്ക് അവരെത്തി. പ്രാപ്തരായപ്പോൾ ഹറാമുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ഇന്നത് ഹറാമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റാൻ അവർക്ക് സാധിച്ചു. എന്തതിൻ്റെ കാരണം? അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അശദ്ദു ഹുബ്ബല്ലില്ലാ, അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ട്, ഖൗഫുണ്ട്, പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. അതിന് നാം ചെയ്യേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? കൃത്യമായി പഠിക്കണം. അള്ളാഹിനെ സംബന്ധിച്ച് പഠിക്കാതെ ഒരാൾക്ക് എന്ത് ചെയ്യൂല? അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയൂല. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാതെ ഒരാൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കാതെ ഒരാൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാൻ കഴിയില്ല. നമ്മുടെ പഠനത്തിൽ നല്ലൊരു ശതമാനവും ആരെപ്പറ്റിയാകണം? അള്ളാഹിനെപ്പറ്റി നമ്മൾ പഠിക്കണം. അതിനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചെന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ നല്ലൊരു ശതമാനവും ആരെപ്പറ്റിയാണ് പറയണത്? അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആൻ്റെ 1/3 ഇഖ്ലാസ്. അതിൽ അള്ളാഹിനെ പറ്റി മാത്രമേ പറയാനുള്ളൂ. ഖുർആൻ്റെ 1/3 1/3 എന്ന് ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റി അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അള്ളാഹിനെ പറ്റി മാത്രം നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് ഈ ഹുബ്ബും ഈ ഖൗഫും ഈ പ്രതീക്ഷയും നമുക്കുണ്ടാകും. എങ്കിലാണ് നമ്മൾ ആ വിശ്വാസികളുടെ ഇനത്തിലേക്ക്, ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ ബാക്കി, വലൗ യറല്ലദീന ളലമൂ, അക്രമികൾ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നെങ്കിൽ, ഇദ് യറൗനൽ അദാബ, അവർ ശിക്ഷ കാണുന്ന നേരം, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, അള്ളാഹുവിനായിരിക്കും അന്ന് എല്ലാ ഖുവ്വത്തും. ഇവരല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്തിനാണ്? അള്ളാഹു അല്ലാത്തവരുടെ അടുക്കൽ നിന്ന് സഹായം ലഭിക്കാനാണ്. എന്നാൽ നാളെ പരലോകത്തെല്ലുമ്പോൾ മുഴുവൻ ശക്തിയും ആർക്കായിരിക്കും? അള്ളാഹുവിനായിരിക്കും. ഇത് ഈ മുശ്രിക്കീങ്ങൾ, കാഫിറുകൾ നാളെ കാണുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവസ്ഥ? വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ശദീദുൽ അദാബ്, ശക്തമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ കാഫിറുകളായ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചത് പരലോകത്ത് റെക്കമെൻഡേഷൻ കിട്ടാനാണ്, പരലോകത്ത് ഇസ്സ് സഹായം കിട്ടാനാണ്. പക്ഷെ അതവർക്ക് കിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ കൈകളിലായിരിക്കും എല്ലാ ഖുവ്വത്തും എല്ലാ അദാബും. ഇത് കാണുന്ന സമയത്ത് അവർ നിസ്സഹായരാകും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വലൗ എന്ന വാക്ക് ഉപയോഗിച്ചത്.
വലൗ യറല്ലദീന ളലമൂ. അവിടെ ളലമൂ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ഷിർക്ക് ചെയ്തവരെ പറ്റി എന്താ പറഞ്ഞത്? ളലമൂ, അക്രമം ചെയ്തവർ, കുറ്റം ചെയ്തവർ. കാരണം ഷിർക്കാണ് ഏറ്റവും വലിയ ദുൽമ്. ഇന്ന ഷിർക ലദുൽമുൻ അദീം. അപ്പോൾ ഷിർക്ക് ചെയ്ത ആളുകൾ, കാഫിറുകൾ, മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ കണ്ടിരുന്ന ആ സമയം, അല്ലെങ്കിൽ അത് കാണുന്ന സമയം എന്താകും അവസ്ഥ? വലൗ, ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ആയിരുന്നെങ്കിൽ. ബാക്കി അതിൻ്റെ ഇജാബത്ത് എന്താണ്? അത് വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ പ്രയാസകരമായൊരു അവസ്ഥയായിരിക്കും എന്ന സൂചന നൽകുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഇദ് തബറഅ, തബറഅ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക എന്ന വാക്കിനാണ് എന്ത് ചെയ്യുക? തബറഅ എന്ന് പറയാം, ഒഴിഞ്ഞ് മാറുക. മുമ്പ് ആ വാക്ക് നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്, തബറഅ. കാണുന്നുണ്ടോ? ഇപ്പോഴോ? തബറഅ, യതബറഉ, യതബറഉ. തബറഅ എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴിഞ്ഞു മാറുക എന്നാണ്, ഒഴിഞ്ഞ് മാറുക. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദ് തബറഅ, ഇദ് തബറഅ, അന്നേരം, തബറഅ, ഒഴിഞ്ഞു മാറും, അല്ലദീന, യാതൊരുവർ, ഉത്തുബിഉ, പിൻപറ്റപ്പെട്ടവർ, പിൻപറ്റിയവരല്ല, പിൻപറ്റപ്പെട്ടവർ ഒഴിഞ്ഞു മാറും, മിനല്ലദീന തബഉ, പിൻപറ്റിയവരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആരാധിച്ചിരുന്നവരെ, ആരാധിക്കപ്പെട്ട ദൈവങ്ങൾ എന്തു ചെയ്യും? കൈയൊഴിയും. ഇതാണ് ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ എന്താണ്? ആരാധിച്ചിരുന്ന ആളുകളെ, അല്ലാത്തവരെ ആരാധിക്കാൻ പ്രേരിപ്പിച്ച നേതാക്കന്മാരെന്ത് ചെയ്യും? കൈയൊഴിയും. ഈ രണ്ട് തഫ്സീറും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ, CM മടവൂരിനെ വിളിച്ചോ, മമ്പുറത്തെ തങ്ങളെ വിളിച്ചോ എന്ന് ഘോരഘോരം പ്രസംഗിച്ച് പാടിപ്രസംഗിക്കുന്ന നേതാക്കന്മാരും ഇതിൽപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിൻപറ്റിയവരിൽ നിന്ന് പിൻപറ്റപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന നേരം. ആ നേരത്തിൻ്റെ അവസ്ഥ എന്താ? വറഅഉൽ അദാബ്, ഇരുകൂട്ടരും അള്ളാഹുവിൻ്റെ ശിക്ഷ എന്തു ചെയ്യും? കണ്ണുകൾ കൊണ്ട് കാണും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. തഖത്തഅ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവുക എന്നാണ്. അതാണ് തഖത്തഅ, മുറിഞ്ഞു പോവുക. യതഖത്തഉ, തഖത്തഅ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോവുക. അൽ അസ്ബാബ്, കാരണങ്ങൾ മുറിഞ്ഞു പോകും. ഇവിടെ അസ്ബാബ് എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം മഹബത്ത് എന്നാണ്, സ്നേഹം. കാരണം ഇവർ തമ്മിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്നേഹമാണല്ലോ അല്ലാത്തവർക്ക് കൊടുത്തത്. ഈ സ്നേഹം അവിടെ വെച്ച് എന്ത് ചെയ്യും? മുറിഞ്ഞു പോവും. പരസ്പര സ്നേഹം ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യും? ചീത്ത പറയും. പിൻപറ്റിയിരുന്നവർ പറയും, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടിരുന്നെന്ന് പറയും. അപ്പോൾ പിൻപറ്റപ്പെട്ടവരോ, അവർ പറയും, ഞങ്ങൾ നിങ്ങളെ വഴികേടിലാക്കിയിട്ടില്ല എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്ന ഒരു സമയമാണേത്? പരലോകം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 165-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, അവർ അള്ളാഹിൻ്റെ ശിക്ഷ കണ്ണുകൊണ്ട് കാണുന്ന നേരം എന്തായിരിക്കും എന്നുള്ള ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനു മുമ്പുള്ള ആയത്തിൽ 164-ാമത്തെ ആയത്തിലോ, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും കാണാൻ കൊടുത്ത കണ്ണുകൊണ്ട് അവൻ കണ്ടില്ല, ചിന്തിക്കേണ്ടത് അവൻ ചിന്തിച്ചില്ല. അപ്പോൾ അവൻ പരലോകത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് ശിക്ഷയായിരിക്കും. അതുകൊണ്ടാണ് രണ്ടായത്തിലും എന്ത് ചെയ്തത്? കാഴ്ചയെപ്പറ്റി പറഞ്ഞത്.
ദുനിയാവിൽ കുറേ കാര്യങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ട് സൃഷ്ടാവിനെ കണ്ടെത്തിയില്ല എങ്കിൽ അവൻ ആ കണ്ണുകൊണ്ട് എന്തിനെ കാണും? വറഅഉൽ അദാബ്, അവർ ശിക്ഷയെ കാണും. ശിക്ഷയെ കാണുന്ന സമയം ഇവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ എന്തു ചെയ്യും? മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോകുമെന്ന് മാത്രമല്ല, ഇവർ പരസ്പരം ശാപപ്രാർത്ഥന നടത്തും. സൂറത്ത് അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് പരസ്പരം ശപിക്കുമെന്നാണ്. പിന്നെയോ അവർ പ്രാർത്ഥിക്കും, യാ ലൈതനീ, എൻ്റെ നാശമേ, അത്തഅനല്ലാഹ വ അത്തഅന റസൂല, ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, ഞാൻ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വഴികേടിലാകുമായിരുന്നില്ല. മറ്റൊരിടത്ത് പറഞ്ഞതോ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, റസൂലിലേക്കാണ്. അള്ളാഹുവും റസൂലും പറഞ്ഞ മാർഗത്തിലേക്കാണ്. നാളെ നമുക്ക് കൂട്ടുണ്ടാകുന്നത് ആരാണ്? അള്ളാഹുവും റസൂലുമാണ്. അള്ളാഹുവാണ് നമുക്ക് രക്ഷ നൽകുക. ആ രക്ഷ കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂല് നമുക്ക് വേണ്ടി നാളെ ശുപാർശ പറയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വിശ്വാസികൾക്ക് ശുപാർശ പറയും. എന്നിട്ട് നമ്മൾ അള്ളാഹിൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് റസൂലിന് കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ കൊടുത്താൽ റസൂലിൻ്റെ ശഫാഅത്ത് എന്ത് ചെയ്യൂല? കിട്ടൂല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും പിൻപറ്റുമ്പോൾ റസൂലിനെ മാത്രം പിൻപറ്റുകയും ചെയ്യണം. ഇബാദത്ത് അള്ളാഹുവിനും, മതത്തിൻ്റെ കാര്യങ്ങൾ പിൻപറ്റേണ്ടത് റസൂലിനെയുമാകണം. അല്ലാത്ത റസൂലല്ലാത്ത മറ്റ് നേതാക്കന്മാരെ നമ്മൾ പിൻപറ്റിയാൽ ആ നേതാക്കന്മാരും നമ്മളും തമ്മിൽ എന്താവും? അടിയാവും. പരസ്പരം ശാപപ്രാർത്ഥന നടത്തേണ്ടി വരും. അപ്പോൾ ഇത് അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റാത്ത മുഴുവൻ ജനങ്ങളും നാളെ എന്തു ചെയ്യും? അഭിമുഖീകരിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബിൻ്റെ അടുക്കൽ അള്ളാഹുവിന് പകരം സ്വീകരിച്ച ദൈവങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നു, മലക്കുകളെ ആരാധിച്ചവരെ കൊണ്ടുവരും, മലക്കുകളെയും കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇവരോട് പറഞ്ഞോ എന്നെ ആരാധിക്കാൻ? അപ്പോൾ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയണത് എന്താ? അള്ളാഹു, അവർ നമ്മളെയല്ല വിളിച്ചത്, അവർ ജിന്നുകളെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. അവർ ഞങ്ങളെന്ന് പറഞ്ഞ് വിളിച്ചതാരെയാണ്? അവർ ജിന്നുകളെയാണ്. അവർ മലക്കുകളെ വിളിക്കുന്നു, മലക്കത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വിളിച്ചത് ആരെയാണ്? അവർ ജിന്നുകളെയാണ്, ഞങ്ങളെയല്ല അവർ വിളിച്ചത് എന്നാ പറയുക. ഈസാ നബിയെ കൊണ്ടുവരും. ഈസ, താങ്കൾ ഇവരോട് പറഞ്ഞോ താങ്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? ഈസാ നബി കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. സുബ്ഹാനക, അല്ലാഹു നീ പരിശുദ്ധനാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനികൾ ആരാധിച്ചിരുന്ന ഈസാ നബി ക്രിസ്ത്യാനികൾക്കെതിരാകും. മലക്കുകൾ ആരാധിച്ചിരുന്നവർക്ക് മലക്കുകളെതിരാകും. എല്ലാ ആരാധ്യന്മാരും അവരവരെ ആരാധിച്ചിരുന്ന സമൂഹത്തിനെതിരെ നിൽക്കുമെന്നാണ്. അതുകൊണ്ടാണ് യക്ഫുറൂന ബി ഇബാദത്തിഹിം, അവരുടെ ഇബാദത്തുകൾ ഇവരെന്ത് ചെയ്യും? തള്ളിക്കളയും എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇവർ അള്ളാഹുവിനോട് പറയും, വഖാലല്ലദീന തബഉ, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, അതേപോലെ തന്നെ അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാത്തവരെ പിൻപറ്റിയവർ, നേതാക്കന്മാരെ പിൻപറ്റിയവർ, അവർ പറയും, ലൗ അന്ന ലന കറത്തൻ, ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തന്നിരുന്നെങ്കിൽ, ലൗ എങ്കിൽ, അന്നലന ഞങ്ങൾക്ക്, കറത്തൻ, കറത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാവശ്യം. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് മടങ്ങാൻ അവസരം തന്നിരുന്നെങ്കിൽ, ഫനതബറഅ, ഞങ്ങൾ ഒഴിഞ്ഞു മാറും. ആരിൽ നിന്ന്? മിൻഹും, ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറും. കമാ തബറഉ മിന്ന, അവരൊഴിഞ്ഞു മാറിയതുപോലെ ഒരവസരം കൂടി തരണം. ആരാ ഇത് പറയണത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, അള്ളാഹുവിനെയും റസൂലിനെയും അല്ലാത്തവരെ പിൻപറ്റി, നേതാക്കന്മാരെയും പൗരോഹിത്യത്തെയും പിൻപറ്റിയവർ പറയും, ഒരവസരം കൂടി തരൂ എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു അവസരം കൊടുക്കില്ല എന്ന് മാത്രമല്ല, അള്ളാഹു പറയാണ്, കദാലിക്, അപ്രകാരമാണ്, യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസറാത്തിൻ അലൈഹിം. അറാ യുരി എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാതാണ്. യുരീഹിം, അവർക്ക് കാണിച്ചു കൊടുക്കും, അള്ളാഹു അഅ്മാലഹും, അവരുടെ അമലുകൾ, ഹസറാത്തിൻ, നഷ്ടങ്ങളായി, ഖേദങ്ങളായി,
അവരുടെ മേൽ കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പരലോകത്ത് മുശ്രിക്കീങ്ങളുടെ കാഫിറുകളുടെ അമലുകൾ കൊണ്ടുവരപ്പെടും. പക്ഷെ ആ അമലുകൾ ഏതുപോലെയാണ്? വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അത് പറത്തിക്കളയുന്ന ധൂളികളെപ്പോലെ, ഒന്ന് ഊതിയാൽ തെറിച്ചു പോകുന്ന ധൂളികളെപ്പോലെ അള്ളാഹ് എന്ത് ചെയ്യും? അത് അന്തരീക്ഷത്തിൽ പറത്തിക്കളയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് അല്ലാഹ് അതിനെ വീണ്ടും പറഞ്ഞു, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ. സത്യനിഷേധികളുടെ അമലുകളെ അള്ളാഹു വെണ്ണീറാക്കി കളയും. ഇഷ്ദദ്ദതു ബിഹിർ റീഹു ഫി യൗമിൻ ആസിഫ്. ശക്തമായ കൊടുങ്കാറ്റുള്ള സമയത്ത് കാറ്റടിച്ചാൽ ഒരു വെണ്ണീർ എങ്ങനെ പറന്നു പോകും, അതുപോലെ അള്ളാഹു ഒരു വെണ്ണീറാക്കി എന്ത് ചെയ്യും? അവരുടെ അമലിനെ മാറ്റും. വീണ്ടും അള്ളാഹു വേറൊരു ഉപമ പറയുകയാണ്, വല്ലദീന കഫറു അഅമാലുഹും, അവരുടെ അമലുകളെ അള്ളാഹു മാറ്റും കസറാബിൻ. സറാബ് എന്ന് പറഞ്ഞാൽ മരീചിക എന്നാണ്. മരുഭൂമിയിൽ ദൂരെ നിന്ന് നോക്കിയാൽ അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നും. ഏതുപോലെ? ബിഖീഅത്തിൻ യഹ്സബുഹു ളംആനു മാഅ. വെള്ളം ദാഹിക്കുന്ന ഒരു മനുഷ്യൻ ദൂരെ നിന്ന് മരുഭൂമിയിൽ നോക്കുമ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കും. അടുത്ത് വരുമ്പോൾ എന്തുണ്ടാവില്ല? വെള്ളം ഉണ്ടാവില്ല. ഇതുപോലെ പരലോകത്ത് കാഫിറുകൾ അവരുടെ അമലുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അടുത്തെത്തുമ്പോൾ ആ അമലൊന്നും അവർക്ക് ഉപകരിക്കൂല. എത്ര ഉപമ അല്ലാഹ് പറഞ്ഞു! വെണ്ണീറിനോട് പറഞ്ഞു, മരീചികയോട് പറഞ്ഞു, ധൂളികളോട് പറഞ്ഞു. ഒന്നും തന്നെ അവർക്ക് എന്ത് ചെയ്യൂല? ഉപകരിക്കൂല. അപ്പം ശിർക്ക് ചെയ്തിട്ട് എത്ര പർവ്വത സമാനമായ നന്മകളുമായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, അത് നശിപ്പിച്ച് കളയും. അത് പ്രവാചകന്മാരാണെങ്കിൽ പോലും. പക്ഷെ ഒരിക്കലും പ്രവാചകന്മാരങ്ങനെ ചെയ്യൂല. പിന്നെ എന്തിന് പ്രവാചകന്മാരാണെങ്കിൽ എന്ന് പറഞ്ഞു? പ്രവാചകന്മാർക്ക് എക്സ്ക്യൂസില്ല, അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വമാ ഹും ബിഖാരിജീന മിനന്നാർ. വമാ ഹും, അവരില്ല, ബിഖാരിജീൻ, പുറത്തു വരുന്നവരല്ല. ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വരിക. യഖ്റുജു, പുറത്തു വരുന്നു. അതിൻ്റെ ഇസ്മുഫായിലാണ് ഖാരിജ്, പുറത്തു വരുന്നവൻ. ഖാരിജീൻ, പുറത്തു വരുന്നവർ. അവർ പുറത്തു വരുന്നവരല്ല മിനന്നാർ, നരകത്തിൽ നിന്ന്. അപ്പം നരകത്തിൽ അവരാരാണ്? ശാശ്വതരാണ്. നരകത്തിൽ നിന്ന് അവരൊരിക്കലും പുറത്തു വരൂല എന്ന് പറയുമ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല എന്ന്. ഷിർക്ക് ചെയ്തതിൻ്റെ പരിണിത ഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. നാളെ പരസ്പരം അവരടിയാകും, അവർ ശപിക്കും, അവരുടെ അമലുകൾ ബാത്തിലാകും, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറിയ ഷിർക്കിൽ നിന്നും വലിയ ഷിർക്കിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഷിർക്കിൻ്റെ വിഷയത്തിൽ നമ്മുടെ കുഞ്ഞു മക്കളോട് പോലും നമ്മൾ എന്ത് ചെയ്യണം? താക്കീത് കൊടുക്കണം. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ ചെറിയ കുട്ടിയായിരിക്കെ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചത് യാ ബുനയ്യ്, എൻ്റെ പൊന്നുമോനെ എന്നാണ് വിളിച്ചത്. എന്നിട്ട് ആദ്യം പറഞ്ഞു കൊടുത്ത ഉപദേശം ലാ തുശ്രികു ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പങ്കുവെച്ചാൽ അത് ഏറ്റവും വലിയ ഗുരുതരമായ പാപമാണ്. കാരണം ആ പാപവുമായി റബ്ബിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലോ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുത്തേക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ മുവഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിർക്ക് ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ഷൈഅൻ നഅലമുഹു, അല്ലെങ്കിൽ അഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നതിൽ നിന്നും അറിയാതെ ഷിർക്ക് ചെയ്തതിൽ നിന്നും നിന്നോട് എന്ത് ചെയ്യുന്നു? അഭയം തേടുന്നു. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അവൻ എന്ത് ചെയ്യില്ല? അവൻ്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിക്കില്ല എന്നാണ്. നമ്മുടെ നന്മകൾ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഷിർക്ക് വരാതെ യഥാർത്ഥ മുവഹിദായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച്
മരിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.